ഇതാണ് ബുയി വിയൻ വാക്കിംഗ് സ്ട്രീറ്റ്. വിനോദസഞ്ചാരികൾക്കും താമസക്കാർക്കുമായി രാത്രി വിനോദ പ്രവർത്തനങ്ങളുടെ രൂപങ്ങൾ വൈവിധ്യവൽക്കരിക്കുക എന്നതാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ് ലക്ഷ്യമിടുന്നത്. പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റിനോട് സാമ്യമുള്ളതാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റും. നിരവധി കോഫി ഷോപ്പുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബാറുകൾ, പബ്ബുകൾ എന്നിവയാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റിന്റെ ഇരുഭാഗത്തായി കാണാൻ കഴിയുന്നത്. വിയറ്റ്നാമിന്റെ കല, സംസ്കാരം, രുചിഭേദങ്ങൾ എന്നിവ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് അറിയാനും ആസ്വദിക്കാനും സാധിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ് ബുയി വിയൻ വാക്കിംഗ് സ്ട്രീറ്റ് രൂപം കൊണ്ടത്. വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് ഈ സ്ട്രീറ്റ് ആക്റ്റീവ് ആകുന്നത്. നിരവധി ബോഡി മസാജ് സെന്ററുകളുള്ള ഈ വാക്കിംഗ് സ്ട്രീറ്റ് ഇങ്ങനെ ആട്ടവും പാട്ടും ഒക്കെയായി സഞ്ചാരികളെ ദിനവും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹോച്ചിമിൻ സിറ്റിയിലെ വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രശസ്തമായ ഷോപ്പിംഗ് കേന്ദ്രമാണ് നഗരത്തിലെ ഏറ്റവും പഴക്കമുള്ള ബെൻ തൻ മാർക്കറ്റ്. പതിനേഴാം നൂറ്റാണ്ട് മുതൽ ബെൻ താനിൽ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പലതവണ പൊളിച്ചു പണിയേണ്ടി വന്ന മാർക്കറ്റ് ഈ കാണുന്ന രൂപത്തിലേക്കായത് 1914 രേഖകൾ പറയുന്നത്. പ്രാദേശിക കരകൗശല വസ്തുക്കൾ, ബ്രാൻഡഡ് ഇനങ്ങൾ, വിയറ്റ്നാമീസ് കലകൾ എന്നിവ വാങ്ങാനുള്ള നല്ലൊരു സ്ഥലമാണിത്. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, തൊപ്പികൾ, ഷൂസ്, പേഴ്സ്, കാപ്പി, ഇലക്ട്രോണിക്സ്, കളിപ്പാട്ടങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, സ്യൂട്ട് കേസുകൾ, വാച്ചുകൾ, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങി പല വിധത്തിലുള്ള മദ്യം വരെ മിക്കവാറും എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വാങ്ങാൻ സാധിക്കും. വിയറ്റ്നാമീസ് നഗരങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു നുള്ളു ജാപ്പാനീസ് സ്വാധീനം നമുക്ക് കാണുവാൻ സാധിക്കും. ലിറ്റിൽ ജപ്പാൻ ടൗൺ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സ്ഥലം സന്ദർശകർക്ക് ജപ്പാന്റെ മൂലയിലാണെന്ന തോന്നൽ നൽകുന്നു. മുഴുവൻ പ്രദേശത്തും മരം കൊണ്ട് നിർമ്മിച്ച ഒരടയാളം, ചുവപ്പ്, വെളുപ്പ്, മഞ്ഞ തുണികൾ കൊണ്ടുണ്ടാക്കിയ വിളക്കുകൾ, ഒരു സാധാരണ റോളിംഗ് ഡോർ എന്നിവയുണ്ട്. ഹോച്ചിമിൻ സിറ്റിയിൽ നിരവധി വിനോദസഞ്ചാര സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ തിരക്കേറിയ തെരുവുകളും ആഡംബര ഷോപ്പിംഗ് സെന്ററുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തപ്പോൾ സിറ്റി സെന്ററിലെ ലിറ്റിൽ ജപ്പാൻ സൈഗോൺ അല്ലെങ്കിൽ ലിറ്റിൽ ടോക്കിയോയിൽ നിങ്ങൾക്ക് സമാധാനപരമായ ഒരു സ്ഥലം സന്ദർശിക്കാം. നിരവധി ജാപ്പനീസ് മസാജ് സെന്ററുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പേരുപോലെ തന്നെ ജപ്പാൻകാരുടെ വിവിധ ഇനം ഭക്ഷണ ഇനങ്ങൾ രുചിച്ചറിയാനും ആസ്വദിക്കുവാനും കൂടിയ ഒരിടം തന്നെയാണിത്. എൻഗ്യുവൻ ഹ്യൂ പെഡസ്ട്രിയൻ സ്ട്രീറ്റ് വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ്. അത്യാധുനിക ബാറുകൾ മുതൽ തിരക്കേറിയ സ്ട്രീറ്റ് മാർക്കറ്റുകൾ വരെ എല്ലാവർക്കും എൻഗ്യുവൻ ഹ്യൂ സ്ട്രീറ്റിൽ ആസ്വദിക്കാൻ എന്തെങ്കിലും കണ്ടെത്താനാകും. തെരുവ് ബാൻഡുകളുടെയും തെരുവ് കലാകാരന്മാരുടെയും സഞ്ചാരികളുടെയും ധാരാളം തദ്ദേശീയരെയും സദാ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ വെളിച്ചത്തോടൊപ്പം കലാപ്രകടനങ്ങളും പതിവാണ്. ഹോച്ചിമിൻ സിറ്റിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിൻ ഹോംസ് സെൻട്രൽ പാർക്ക് മനോഹരമായ സൈഗോൺ നദിയെ അഭിമുഖീകരിക്കുന്നു. നദീതീരത്ത് 1 കിലോമീറ്ററിലധികം നീണ്ടുകിടക്കുന്ന ഈ പാർക്ക് വിദേശീയരായ വിനോദസഞ്ചാരികൾക്ക് പുറമെ സ്വദേശീയർക്കും വളരെ പ്രിയപ്പെട്ട ഒരിടമാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരിടം. പ്രധാന റോഡ്, റെയിൽ, ജലഗതാഗതം എന്നിവയിലൂടെ സൗകര്യപ്രദമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വിൻ ഹോംസ് സെൻട്രൽ പാർക്കിന് നഗരത്തിലെ എല്ലാ പ്രധാന ലാൻഡ് മാർക്കുകളിലേക്കും എളുപ്പത്തിലും വേഗത്തിലും എത്തിപ്പെടാൻ കഴിയുന്നു എന്നതും സവിശേഷതയാണ്.
തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ് ഹോച്ചിമിൻ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലാൻഡ്മാർക്ക് 81. സെൻട്രൽ പാർക്കിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ബഹുനില കെട്ടിടത്തിന്റെ ആകെ ഉയരം ഏകദേശം 461.2 മീറ്ററാണ്. ഇത് വിയറ്റ്നാമിന്റെ ഹനോയിയിലെ കെയാങ് നാം ലാൻഡ്മാർക്ക്, അതുപോലെ മലേഷ്യയിലെ ക്വാലാലംപൂരിലെ പെട്രോനാസ് ഇരട്ട ഗോപുരങ്ങൾ എന്നിവയേക്കാൾ ഉയരം കൂടിയതാണ്. അപ്പാർട്ട്മെന്റുകൾ, ഹോട്ടലുകൾ, ഷോപ്പിംഗ് സെന്ററുകൾ, ബാറുകൾ, 360 ഡിഗ്രി നിരീക്ഷണ കേന്ദ്രം എന്നിവയുൾപ്പെടെ ഏറ്റവും മികച്ച നിരവധി സവിശേഷതകളുള്ള ഒരിടം കൂടിയാണിത്. വൈകുന്നേരങ്ങളിൽ ലാൻഡ്മാർക്ക് 81 സന്ദർശിക്കുമ്പോൾ കൂടുതൽ ആകർഷകമായി തോന്നാം. കാരണം ഹോജിമിൻ സിറ്റിയുടെ ദൂരക്കാഴ്ചകൾ ചുവപ്പും മഞ്ഞയും പോലെ പല വർണ്ണങ്ങളിൽ തിളങ്ങി നിൽക്കുന്നതായി ആസ്വദിക്കാൻ കഴിയും.